ഒരു തരി പോലും ഇല്ല എന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാളെങ്കിൽ നീ എന്നും എന്നും വേണം. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാളരുകിൽ നീ എന്നും എന്നും വേണം. മേരാ ഹംദം ഹേ, मेरा जीवन है, मेरी शोभा है, अमृत है यीशु. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. വോയിസ് ഓഫ് ലവിൽ ഇന്ന് ദൈവം ഇടപെടുന്ന വചനം 49-ാം സങ്കീർത്തനത്തിന്റെ 14-ാമത്തെ വാക്യമാണ്. അതിലൊരു ഭാഗം ശ്രദ്ധിച്ചാട്ടെ. നേരുള്ളവർ പുലർച്ചയ്ക്ക് അവരുടെ മേൽ വാഴും. ആമേൻ. ദൈവവചനത്തിന്റെ ഒരു യാഥാർത്ഥ്യം പറയുകയാണ്. നമ്മൾ ഈ വചനത്തിന്റെ മുകളിലും താഴെ നോക്കുമ്പോൾ അസ്വസ്ഥതകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷം, വളരെ ഭീകരമായി തുടരുന്ന ഓരോ സാഹചര്യങ്ങൾ. പക്ഷെ അതിൻ്റെ നടുവില് ദൈവമനുഷ്യർ പുലർച്ചെ അതിൻ്റെ മേൽ വാഴ്ച നടത്തുകയാണ്. ആമേൻ. അതിൻ്റെ അർത്ഥം പ്രഭാതത്തിലുള്ള പ്രാർത്ഥന അതൊരു വാഴ്ചയാണ്. ആമേൻ. നേരുള്ളവർ പുലർച്ചയ്ക്ക് അവരുടെ മേൽ വാഴും. അന്ധകാര മണ്ഡലങ്ങളുടെ മേൽ, ഇരുട്ടിന്റെ ശക്തിയുടെ മേലൊക്കെ ദൈവത്തിന്റെ ജനം രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ അതൊരു പ്രാർത്ഥന മാത്രമല്ല, അതൊരു വാഴ്ചയാണ്. നിങ്ങൾ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നവരല്ലെങ്കിൽ ഈ വചനം നിങ്ങൾ ഏറ്റെടുക്കുക. ഈ പ്രഭാതത്തെ കുറിച്ച് ദൈവവചനം ഭയങ്കര മനോഹരമായിട്ട് പറയുന്നു. രാവിലെ തോറും നിന്റെ ദയ പുതുതാണ്, രാവിലെ തോറും നിന്റെ ദയ വലുതാണ്. ദൈവം പറയുന്നു, പ്രഭാതത്തിൽ നേരുള്ളവർ വാഴ്ച നടത്തും. ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവം ഇയ്യോബിനോട് സംസാരിക്കുന്ന സംസാരമാണ്. അതിനകത്തെ ഒരു ഭാഗം ഒന്ന് കേട്ടു നോക്കിക്കേ. ഭൂമിയുടെ അറ്റങ്ങളെ പിടിക്കേണ്ടതിനും ദുഷ്ടന്മാരെ അതിൽ നിന്ന് കുടഞ്ഞു കളയേണ്ടതിനും നിന്റെ ജീവകാലത്ത് ഒരിക്കലെങ്കിലും നീ പ്രഭാതത്തിന് കൽപ്പന കൊടുക്കുകയും അരുണോദയത്തിന് സ്ഥലം ആദേശിക്കുകയും ചെയ്തിട്ടുണ്ടോ? കണ്ടോ, ഭൂമിയുടെ അറ്റങ്ങളെ പിടിച്ചടക്കേണ്ടതിനും ദുഷ്ടന്മാരെ അതിൽ നിന്ന് കുടഞ്ഞു കളയേണ്ടതിനും നിന്റെ ജീവകാലത്തൊരിക്കെങ്കിലും നീ പ്രഭാതത്തിന് കൽപ്പന കൊടുത്തിട്ടുണ്ടോ? അതിൻ്റെ അർത്ഥം ഓരോ പ്രഭാതത്തിലും നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിക്കണമെന്ന് നിങ്ങൾ കൽപ്പിക്കണം. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആവശ്യമില്ലാത്തതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഓരോ ദിവസവും മാറിപ്പോകാൻ പ്രഭാതത്തിൽ കൽപ്പന കൊടുക്കണം. കാരണം യേശു ക്രിസ്തുവിലൂടെ നിങ്ങളിന്ന് ഒരടിമയല്ല, യേശു ക്രിസ്തുവിലൂടെ നിങ്ങളിന്ന് രാജാവാണ്, അധികാരിയാണ്. നിങ്ങളുടെ വാക്കുകൾക്ക് അത്ര പവറുണ്ട്. നിങ്ങൾ നൽകണമേ തരണേ എന്നല്ല, സ്തോത്രം, കൽപ്പന കൊടുക്കണം. പ്രഭാതത്തിന് കൽപ്പന കൊടുക്കണം. സ്തോത്രം. ദൈവവചനം ചോദിക്കുകയാണ്, നീ അങ്ങനെ കൽപ്പന കൊടുത്തിട്ടുണ്ടോ? നിന്റെ ജീവിതത്തിലുള്ള ചിലതിനൊക്കെ നിങ്ങൾ കുടഞ്ഞു കളയണം. ചില തകർച്ചകളൊക്കെ നീ വാഗൊണ്ട് തന്നെ യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞതിനെ മാറ്റണം. അങ്ങനെ പറഞ്ഞാൽ അത് മാറുമെന്നാണ് തിരുവചനം പറയുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ പ്രഭാതത്തിൻ്റെ പ്രാർത്ഥനകൾ ശക്തമാകട്ടെ. അത് നിങ്ങളുടെ ഒരു ആശ്രയത്തിന് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് സ്തോത്രം, നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിക്കണമെന്നും നിങ്ങൾ വാ തുറന്ന് കൽപ്പിക്കുക. കാരണം അത് നടക്കും. സ്തോത്രം. അങ്ങനെ ഒരു അധികാരം ദൈവം നിങ്ങളുടെ മേൽ തരുന്നു. അതുകൊണ്ട് ഓരോ ദിവസവും പ്രതീക്ഷയോടെ
ചിലത് സൃഷ്ടിക്കുന്ന പകലായി തീരട്ടെ, ചിലത് നിർമ്മിക്കുന്ന പകലായി തീരട്ടെ. യെസ്, കാരണം നിങ്ങളുടെ മേലുള്ള അധികാരം അത് ഉപയോഗിക്കുക. സ്തോത്രം. അതിനായിട്ട് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ തലമുറയിൽ എന്ത് സംഭവിക്കണം, നിങ്ങളുടെ കുടുംബത്തിൽ എന്ത് സംഭവിക്കണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഓരോ ദിവസവും കൽപ്പന കൊടുക്കുക. അന്ന് ആ യോശുവ കൊടുത്ത പോലെ, സൂര്യ നീ ഗിബയോനിലും, ചന്ദ്ര നീ അയ്യന്നൂർ താഴ്വരയിലും നിൽക്കാം. ചിലതിനെ നിർത്തുക, ചിലതിനെ ശാസിക്കുക, ചിലതിനെ പുറത്താക്കുക. അതിനുവേണ്ടി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവെ, ഇന്ന് രാവിലെ നൽകിയ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവ, പുലർച്ചെയുള്ള പ്രാർത്ഥനകൾ, പ്രഭാത പ്രാർത്ഥനകളെല്ലാം ശക്തമാവട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, പ്രഭാതത്തിൽ പുലർച്ചയിൽ അന്ധകാര മണ്ഡലങ്ങളെ വാഴുവാനുള്ള അഭിഷേകം ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് പകരുന്നതിന് നന്ദി പറയുന്നു. അധികാരത്തിൻ്റെ വാക്കുകൾ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ വാക്കുകൾക്ക് അർത്ഥ ജീവൻ്റെ അധികാരം അങ്ങ് പകർന്നിരിക്കുന്നതിന് നന്ദി പറയുന്നു. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയെയും, ഓരോ കുടുംബത്തെയും അനുഗ്രഹിക്കുന്നു. യേശുവെ, ഇന്നത്തെ ദിവസം ചില സൃഷ്ടിപ്പുകൾ ഉണ്ടാവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹമാകട്ടെ. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു. കരഞ്ഞുകൊണ്ടിരിക്കാതെ ചിലത് നോക്കി കൽപ്പിക്കുക, ചിലതിനെ പുറത്താക്കുക. നിങ്ങളുടെ കുടുംബത്തിലേക്ക് ആവശ്യമുള്ളതിനെ യേശുവിൻ്റെ നാമത്തിൽ വിളിച്ചു വരുത്തുക. സ്തോത്രം. കൽപ്പന കൊടുക്കുക. കർത്താവ് അതിനുവേണ്ടി നിങ്ങൾ ഒരുക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു. ഈ പകൽ മുഴുവനും അവർ ജയത്തോടെയും അനുഗ്രഹത്തോടെയും അവർ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ കൃപയുണ്ടായിരിക്കട്ടെ. യാത്രകളിൽ സുരക്ഷിതരായിരിക്കണമേ. അവർ ചെയ്യുന്ന ജോലികൾ സക്സസ് ആകണമേ. ആമേൻ. അവർ ഇന്ന് എഴുതുന്ന എക്സാം പാസ്സാകണമേ. അവരുടെ യാത്രകളിലെല്ലാം സുരക്ഷിതത്വം ഉണ്ടാകണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശു നാമത്തിൽ. സന്തോഷത്തോടെ ഇന്നത്തെ പ്രഭാതത്തെ ആമേൻ നിങ്ങൾക്ക് എതിരേൽക്കാം. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. God bless you. Shalom.